ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഒത്തിരി നാൾ കൂടി ഞാനൊരു വീഡിയോ ഇടുന്നതാണ് കേട്ടോ. കുറച്ച് ബിസി ആയിപ്പോയി. കുറച്ച് നമ്മുടെ വീട്ടിലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇപ്പോൾ കുറേ ആയി ഞാൻ ഇട്ടിട്ട്. അപ്പോൾ നമുക്കിന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു സ്പെഷ്യൽ ബട്ടൂറയുടെ റെസിപ്പിയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള പാലും പിന്നെ ഒരു 1.5 ടീസ്പൂണ് നമുക്ക് ഈസ്റ്റും പിന്നെ 1 ടീസ്പൂൺ ഷുഗറും കൂടെ നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് വേറൊരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മിക്സ് അതിലേക്കൊന്ന് ഒഴിച്ചതിന് ശേഷം, അതായത് ഈ പാലും ഈസ്റ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തേക്കുന്നത് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊരു 4 കപ്പ് മൈദയുടെ ഒരു അളവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ ഒരു 4 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് അടുത്ത ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 ടീസ്പൂൺ റവയാണ് ആഡ് ചെയ്യുന്നത്. അത് നമുക്ക് ബട്ടൂറ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് വേണ്ടിയിട്ടാണ് ആ റവ കൂടി ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്താണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓയിൽ എന്തെങ്കിലും ആണെങ്കിലും അതാണെങ്കിലും ആഡ് ചെയ്താൽ മതി. നമുക്ക് ബട്ടറോ ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യുക. തൈര് ആഡ് ചെയ്യുമ്പോൾ നല്ല പുളിയില്ലാത്ത തൈര് നോക്കി വേണം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. മുട്ട കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഇതിങ്ങനെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ ഒരു 6-7 മിനിറ്റോളം നമുക്ക് ഈ മാവ് നന്നായിട്ട് കുഴച്ച് നല്ലൊരു മയമാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഒരു സ്റ്റിക്കി ആയിട്ടാണ് ആദ്യം നമ്മുടെ കയ്യിൽ ഇത് കുഴച്ച് വരുമ്പം കിട്ടുന്നത്. എങ്കിലും നമുക്കത് കുഴപ്പമില്ല. കുറച്ചുകൂടെ ഓയിലും കൂടെ ആഡ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമ്മുടെ കൈയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് കുഴച്ച് നമുക്കിത് 1 മണിക്കൂർ നേരം ഒന്ന് മൂടി നമുക്ക് വെക്കണം. നമുക്കിതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും കൊടുക്കാനും, നമ്മുടെ വീട്ടിൽ സാധാരണ നമുക്ക് പിള്ളേർക്ക് എപ്പോഴും നോർമൽ നമുക്ക് ഐറ്റമൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് സ്പെഷ്യലായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിതുപോലെ തന്നെ ഒന്ന് കൈകൊണ്ട് പരത്തി ഇങ്ങനെ റൗണ്ടാക്കി എടുക്കുക ആദ്യം. അതിനുശേഷം അതിലേക്ക് കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിയുടെ റോള് വെച്ച് ഇതൊന്ന് ജസ്റ്റ് പരത്തി ഇങ്ങനെ ചപ്പാത്തിയേക്കാളും ശകലം കൂടെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഇത് വേണമെങ്കിൽ ചെറിയ ബോൾസായിട്ട് നമുക്കൊരു ചെറിയ ബൂരിയുടെ ആ ഒരു വലിപ്പത്തിലും ഇതുപോലെ തന്നെ പരത്തിയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോൾ കുട്ടികൾക്കും എല്ലാം ഒന്നുകൂടെ ഇഷ്ടമാവും ഇത് കഴിക്കാനും ഒക്കെ. നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പം ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാനും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഒന്നും കൂടെ കാണാനും ഭംഗി. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നമുക്കിനി ഒരു കട്ടിയുള്ള പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് അത് ചൂടായി വരുമ്പം അതിലേക്ക് മുങ്ങിക്കിടക്കാനുള്ള അത്രയും ഓയിൽ ഒഴിക്കുക. അതിനുശേഷം നമുക്കിത് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഇത് തീ കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് കുമള കുത്തി വരുമ്പോഴത്തേക്കും മറിച്ചിടുമ്പം ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതാ ഓരോന്നും ഇതുപോലെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് അതിൻ്റെ മുകളിൽ കുറേശ്ശെ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല ഇതായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ഓരോന്നും ഇത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും പെർഫെക്റ്റുമായിട്ടുള്ള ബട്ടൂറ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ കൂട്ടത്തിൽ ഇത് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഇതിങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.